നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബാക്ക് ടു ബാക്ക് ഹിറ്റുകളുമായി മലയാള സിനിമാ വ്യവസായം ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായി കൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയുടെ ഒരു വസന്തകാലത്തിലേക്കാണ് തിരിച്ചുപോക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എബ്രഹാം ഓസ്ലർ പോലെയുള്ള ആക്ഷൻ പാക്ക് ത്രില്ലറുകൾ മുതൽ മഞ്ഞുമ്മൽ ബോയ്സ് പോലെയുള്ള അതിജീവന സിനിമകൾ വരെ മലയാള സിനിമ വിജയക്കുതിപ്പിലാണ്. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത എബ്രഹാം ഓസ്ലറിൽ നിന്നാണ് മലയാള സിനിമകളുടെ വിജയഗാഥ ആരംഭിച്ചത്. ഈ ആക്ഷൻ പാക്ഡ് ത്രില്ലർ സാക്നിൽക്ക് എൻ്റർടൈൻമെൻറ്റിൻ്റെ ഡാറ്റ പ്രകാരം 80 കോടിയിലേറെ രൂപ സമാഹരിച്ചു. മമ്മൂട്ടി നായകനായ ഭ്രമയുഗം എലൈറ്റ് 80 കോടി ക്ലബിലും ചേർന്നു. വിനീത് ശ്രീനിവാസൻ്റെ വർഷങ്ങൾക്ക് ശേഷം 50 കോടി ക്ലബിൽ ഇടം നേടുന്ന ഒരു ഫിലിമായി മാറി. ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമേൽ ബോയ്സ് ബോക്സ് ഓഫീസിൽ 200 കോടി കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രമായി മാറി. 2018 ജൂഡ് ആൻ്റണി ജോസഫിൻ്റെ പേരിലുള്ള 150 കോടിയുടെ റെക്കോർഡാണ് ചിത്രം തകർത്തത്. ആടുജീവിതമാണ് 200 കോടി ക്ലബിൽ ഇടം നേടിയ മറ്റൊരു സിനിമ. അതേസമയം ഫഹദ് ഫാസിൽ നായകനായ ആവേശം, നസ്ലൻ്റെ പ്രേമലു എന്നീ സിനിമകൾ 150 കോടി ക്ലബിലും ഇടം നേടിയിട്ടുണ്ടായി. ഇപ്പോഴുള്ള മലയാള സിനിമകളുടെ കണ്ടൻറ്റുകളുടെ പ്രത്യേകതയാണ് വിജയങ്ങൾക്ക് ഒരു തരത്തിൽ കാരണം. പ്രേക്ഷകരുടെ ചോയ്സിനനുസരിച്ചുള്ള കഥകളും ചിത്രീകരണങ്ങളും ഇപ്പോഴുള്ള പുരോഗതിക്ക് കാരണമാകുന്നുണ്ട്. കാര്യക്ഷമമായ നിർമ്മാണ പ്രക്രിയകളുടെ പ്രാധാന്യവും ചൂണ്ടിക്കാണിക്കുന്നു. കേരളത്തിൽ കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിലും മലയാള സിനിമ ഇപ്പോൾ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ആവേശം, ആടുജീവിതം തുടങ്ങിയ സിനിമകൾ വൻ ഹിറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, അമല പോൾ തുടങ്ങിയ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണിത്. സംവിധാന ശൈലിയും കഴിവും വിജയത്തിനു മറ്റൊരു കാരണമാകുന്നു. തുടർച്ചയായ വിജയങ്ങൾ മലയാള സിനിമാ വ്യവസായത്തിന് പണം നിക്ഷേപിക്കുന്നവർക്ക് വരുമാനം കൂടുതൽ നേടിക്കൊടുക്കുന്നു. പ്രാദേശിക പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. പ്രാദേശിക അതിരുകൾക്കപ്പുറത്ത് വൈവിധ്യമാർന്ന പ്രോജക്റ്റുകൾ കൂടുതൽ കണ്ടെത്താൻ അഭിനേതാക്കളെയും സംവിധായകരെയും എഴുത്തുകാരെയും പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിജയം മീഡിയ പ്രൊഡക്ഷൻ ആവാസ വ്യവസ്ഥയിലുടനീളമുള്ള വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു. ഉൽപ്പാദന സൗകര്യങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾ, വിതരണ ശൃംഖലകൾ എന്നിവയിലെ പുരോഗതിക്കും അത് ആക്കം കൂട്ടുന്നു. കൂടാതെ ഗുണാഗുഹകൾ പോലുള്ള ഐക്കോണിക് ലൊക്കേഷനുകളുടെ ചിത്രീകരണം സിനിമാറ്റിക് അനുഭവം വർദ്ധിപ്പിക്കുക മാത്രമല്ല, വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുകയും ചെയ്യുന്നു.